Hello dear students, welcome back to ISKC English. Dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി എന്ന് പറയുന്ന ടോപ്പിക്. എന്താണ് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി, എങ്ങനെയാണ് ആ കമ്മിറ്റി രൂപം കൊണ്ടിരിക്കുന്നത്, അതുപോലെ ആ കമ്മിറ്റിയുടെ ഫങ്ഷൻ എന്താണ് അതിൻ്റെ റോള്, എന്തെല്ലാം കാര്യങ്ങളാണ് ആ കമ്മിറ്റി ചെയ്യുന്നത്, അപ്പോൾ ഈ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഏതൊക്കെയാണ്, അപ്പോൾ ഒക്കെ നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നോക്കൂ, വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി. ദ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം 21 കൺട്രീസ്. അതായത് 21 രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ചേർന്ന് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി. ഈ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം 21 കൺട്രീസ്. അപ്പോൾ 21 രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. 21 കൺട്രീസ് കോൾഡ് സ്റ്റേറ്റ്സ് പാർട്ടീസ്. ഈ 21 രാജ്യങ്ങളെ സ്റ്റേറ്റ്സ് പാർട്ടീസ് എന്നാണ് വിളിക്കുന്നത്. ഹു ആർ ഇലക്റ്റഡ് ബൈ യുനെസ്കോസ് ജനറൽ അസംബ്ലി. യുനെസ്കോയുടെ ജനറൽ അസംബ്ലിയാണ് ഈ 21 രാജ്യങ്ങളിൽ നിന്നുമുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ 21 രാജ്യങ്ങൾ, അതായത് സ്റ്റേറ്റ്സ് പാർട്ടീസ് എന്നറിയപ്പെടുന്ന 21 രാജ്യങ്ങളിലെ റെപ്രസെൻറ്റേറ്റീവ്സ്, പ്രതിനിധികള്, ആ പ്രതിനിധികള് എലക്റ്റഡ് ബൈ യുനെസ്കോ. യുനെസ്കോയാണ് എന്ത് ചെയ്യുന്നത്, യുനെസ്കോയുടെ ജനറൽ അസംബ്ലി. അപ്പൊ യുനെസ്കോയുടെ ജനറൽ അസംബ്ലി തെരഞ്ഞെടുക്കുന്ന, ഇലക്ട് ചെയ്യുന്ന 21 അംഗങ്ങൾ, പ്രതിനിധികൾ ചേർന്ന് രൂപം കൊണ്ടിരിക്കുന്നതാണ് ഈ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി. ദ കമ്മിറ്റി മീറ്റ്സ് വൺസ് എ ഇയർ. കൊല്ലത്തിൽ ഒരു തവണ, വർഷത്തിൽ ഒരു തവണയാണ് ഈ കമ്മിറ്റി ചേരുന്നത്. ആൻഡ് ഈസ് ഇൻ ചാർജ് ഓഫ് ക്യാരിയിങ് ഔട്ട് ദ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ. ഇനി കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്താ? വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ, ആ ഒരു കൺവെൻഷൻ നടത്തുന്നത്, അതിൻ്റെ ഉത്തരവാദിത്വം ഈ കമ്മിറ്റിക്കാണ്. എസ്റ്റാബ്ലിഷിംഗ് ഗൈഡ്ലൈൻസ് ഫോർ ദ യൂസ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് ഫണ്ട്. വേൾഡ് ഹെറിറ്റേജ് ഫണ്ട് ഉപയോഗിക്കുന്നതുമായി, അത് യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ്, നിർദ്ദേശങ്ങൾ സ്ഥാപിക്കുന്നത്, മുന്നോട്ട് വെക്കുന്നത് ഈ കമ്മിറ്റിയാണ്. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഫണ്ട്സ് ഇൻ റെസ്പോൺസ് ടു സ്റ്റേറ്റ് പാർട്ടീസ് റിക്വസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് പാർട്ടീസ്, അതായത് 21 രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് ഈ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, വേൾഡ് ഹെറിറ്റേജ് ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ വേൾഡ് ഹെറിറ്റേജ് ഫണ്ട് യൂസ് ചെയ്യുന്നതിന് ഗൈഡ് ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. പിന്നെ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ നടത്തുക. ഇതൊക്കെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ ചുമതലകളാണ്. When deciding whether to list a property on World Heritage List, it has the last word. അതായത് ഒരു പ്രോപ്പർട്ടിയെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണോ എന്ന് തീരുമാനിക്കുമ്പോൾ അതിലെ അവസാന വാക്ക്, അവസാന തീരുമാനം വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടേതാണ്. ദാറ്റ് ഈസ് ദ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഹാസ് ദ ലാസ്റ്റ് വേർഡ്. ഒരു പ്രോപ്പർട്ടിയെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണോ, ഇതുമായി ബന്ധപ്പെട്ട് അവസാന വാക്കെന്ന് പറയുന്നത് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടേതാണ്. ദ കമ്മിറ്റി മേ ആൾസോ ചൂസ് ടു പോസ്റ്റ്പോൺ മേക്കിംഗ് എ ജഡ്ജ്മെന്റ്. ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം എടുക്കുന്നത് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി നീക്കിവെക്കാം. ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കുന്നത് നീക്കിവെക്കാനും
ആൻഡ് ആസ്ക് ദ സ്റ്റേറ്റ് പാർട്ടീസ് ഫോർ മോർ ഡീറ്റെയിൽസ് ഓൺ ദ പ്രോപ്പർട്ടീസ്. ആ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ്, കൂടുതൽ കാര്യങ്ങൾ സ്റ്റേറ്റ് പാർട്ടിയോട് ആവശ്യപ്പെടാനും വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് കഴിയും. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിന്റെ കാര്യത്തിൽ നിയമങ്ങൾ പിന്നെ ഒരു തീരുമാനം എടുക്കുന്നത്, നിയമമല്ല ഒരു ഡിസിഷൻ എടുക്കുന്നത് പോസ്റ്റ്പോൺ ചെയ്യാനും മാറ്റിവെക്കാനും, അതുപോലെ തന്നെ സ്റ്റേറ്റ് പാർട്ടീസിനോട് ആ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദ വിവരങ്ങൾ ആവശ്യപ്പെടാനും വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് സാധിക്കും. It reviews reports regarding the conservation status of properties that are inscribed. വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയിൽ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള, ആ കമ്മിറ്റിയുടെ ലിസ്റ്റിൽ ചേർത്തിട്ടുള്ള പ്രോപ്പർട്ടീസ്, അവയുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിവ്യൂ ചെയ്യാം. അതായത് ലിസ്റ്റിലുള്ള പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടീസിന്റെ കൺസർവേഷൻ സ്റ്റാറ്റസ്, അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഏത് രീതിയിലാണ് അതിൻ്റെ കൺസർവേഷൻ മുന്നോട്ട് പോകുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിവ്യൂ ചെയ്യാനും, അതുപോലെ തന്നെ റിക്വസ്റ്റ് ദാറ്റ് സ്റ്റേറ്റ്സ് പാർട്ടീസ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ വെൻ പ്രോപ്പർട്ടീസ് ആർ നോട്ട് ബീയിങ് മെയിൻറ്റെയിൻഡ് പ്രോപ്പർലി. ഇനി ചില പ്രോപ്പർട്ടീസ് ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് വെക്കാം. അപ്പൊ അത്തരം പ്രോപ്പർട്ടീസിന്റെ കാര്യത്തിൽ ശരിയായ രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റനൻസ്, ശരിയായ രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ, അത്തരം പ്രോപ്പർട്ടീസിന്റെ കാര്യത്തിൽ അനുയോജ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് സ്റ്റേറ്റ് പാർട്ടീസിനോട് റിക്വസ്റ്റ് ചെയ്യാനും വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് സാധിക്കും. അഡീഷണലി, ഇവയ്ക്ക് പുറമെ ഇറ്റ് മേക്സ് ഡിസിഷൻ regarding the additions to and removals from the list of World Heritage Site. ഇതിൻ്റെ ഒക്കെ പുറമെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ലിസ്റ്റ്, ആ ലിസ്റ്റിൽ നിന്നും പ്രോപ്പർട്ടീസിനെ ഒഴിവാക്കാനും, അതുപോലെ തന്നെ ആ ലിസ്റ്റിലേക്ക് പ്രോപ്പർട്ടീസിനെ ആഡ് ചെയ്യാനുമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്? വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ. എത്ര വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുമുള്ള എത്ര വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്? ഓഫ് ദി 29 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിന്നുമുള്ള 29 വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ 23 ആർ കൾച്ചറൽ സൈറ്റ്സ്. അപ്പൊ ഇന്ത്യയിൽ നിന്നും മൊത്തം 29 വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്. ആ 29 എണ്ണത്തിൽ 23 എണ്ണം കൾച്ചറൽ സൈറ്റ്സുകളാണ്. അപ്പൊ കൾച്ചറൽ സൈറ്റ്സുകൾ അല്ലാത്ത 6 എണ്ണം മാത്രമാണുള്ളത്. അപ്പോൾ 29 23 എണ്ണം കൾച്ചറൽ സൈറ്റ്സുകളാണ്. ദേ ആർ, ഏതൊക്കെയാണത്? ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, അജന്ത ക്യാവ്സ്, എല്ലോറ ക്യാവ്സ്, ഗ്രൂപ്പ് ഓഫ് മൊണുമെന്റ്സ് അറ്റ് മഹാബലിപുരം, മഹാബലിപുരത്തെ സ്മാരകങ്ങൾ, സൺ ടെമ്പിൾ കൊണാർക്ക് ഒഡീഷ, ഒഡീഷയിലെ സൺ ടെമ്പിൾ, കൊണാർക്ക് സൂര്യക്ഷേത്രം, പിന്നെ ചർച്ചസ് ആൻഡ് കോൺവെന്റ്സ് ഓഫ് ഗോവ, ഗോവയിലെ ചർച്ചുകളും കോൺവെന്റുകളും, ഫത്തേപൂർ സിക്രി ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശിലെ ഫത്തേപൂർ സിക്രി, ഗ്രൂപ്പ്സ് ഓഫ് മൊണുമെന്റ്സ് അറ്റ് ഹംപി കർണാടക, കർണാടകയിലെ ഹംപിയിലെ സ്മാരകങ്ങൾ, ദെൻ ഖജുരാവോ ഗ്രൂപ്പ്സ് ഓഫ് മൊണുമെന്റ്സ് മധ്യപ്രദേശ്, മധ്യപ്രദേശിലെ ഖജുരാവോ ഗ്രൂപ്പ് ഓഫ് മൊണുമെന്റ്സ്, പിന്നെ എലഫന്റ ക്യാവ്സ് മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയിലെ എലഫന്റ ക്യാവ്സ്, ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ്, ചോള ക്ഷേത്രങ്ങൾ,
ഗ്രൂപ്പ് ഓഫ് മൊണുമെന്റ്സ് അറ്റ് പറ്റടകൾ, പറ്റടകളിലെ മൊണുമെന്റ്സ്. ബുദ്ധിസ്റ്റ് മൊണുമെന്റ്സ് അറ്റ് സാഞ്ചി, സാഞ്ചിയിലെ ബുദ്ധമത സ്മാരകങ്ങൾ, ബുദ്ധ സ്മാരകങ്ങൾ. ഹുമയൂൺസ് ടോംബ് ഡൽഹി, ഡൽഹിയിലെ ഹുമയൂണിന്റെ ശവകുടീരം. കുത്തുബ് മിനാർ. മൗണ്ടെയിൻ റെയിൽവേസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ മൗണ്ടെയിൻ റെയിൽവേസ്. മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ് അറ്റ് ബോധ്ഗയ, ബോധ്ഗയയിലെ മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ്. റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് ബിംബത്ക, ബിംബത്കയിലെ റോക്ക് ഷെൽട്ടേഴ്സ്. ചാമ്പനീർ പാവഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക്. ഛത്രപതി ശിവജി ടെർമിനസ് മുംബൈ. റെഡ് ഫോർട്ട് കോംപ്ലക്സ് ഡൽഹി. ദ ജന്തർ മന്ദർ ജയ്പൂർ. ഇനി ഇവയ്ക്ക് പുറമെ ദ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ലിസ്റ്റഡ് ദ 6 മാഗ്നിഫിഷ്യന്റ് ഫോർട്ട്സ് ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാനിലെ 6 കോട്ടകളെയും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 6 മാഗ്നിഫിഷ്യന്റ് ഫോർട്ട്, നല്ല പ്രൗഢിയുള്ള ഗംഭീരമായിട്ടുള്ള 6 കോട്ടകൾ. അപ്പൊ ഏതൊക്കെയാണ് ആ 6 കോട്ടകൾ? അതിൽ ഒന്നാമത്തേത് ചിത്തോർഗഡ് ആണ്, ചിത്തോർഗഡ് ഫോർട്ട്. രണ്ടാമത്തേത് കുംഭൽഗഡ് ഫോർട്ട്, സവായ് മധുപൂർ ഫോർട്ട്, ജലാവർ ഫോർട്ട്, ജയ്പൂര്, ജയ്സാമേൽ. ഈ പറയുന്ന 6 എണ്ണം എമംഗ് ദി വേൾഡ്സ് ഹെറിറ്റേജ് സൈറ്റ്സ്. ഈ 6 എണ്ണം വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. എപ്പോ? ഡ്യൂറിംഗ് ഇറ്റ്സ് 37th കമ്മിറ്റി സെഷൻ ഓൺ ജൂൺ 21, 2013. 2013 ജൂൺ 21 വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ ആ ഒരു സെഷൻ നടന്ന മീറ്റിംഗ്. ആ മീറ്റിംഗ് നടന്നത് ഇൻ ഫെനംപെൻ, കംബോഡിയ. കംബോഡിയയുടെ തലസ്ഥാനമായിട്ടുള്ള ഫെനംപെനിൽ വെച്ചിട്ട് 2013 ജൂൺ 21 നടന്ന കമ്മിറ്റി സെഷൻ, വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ സെഷൻ. ആ ഒരു മീറ്റിംഗിൽ രാജസ്ഥാനിലെ 6 ഫോർട്ടുകൾ, കോട്ടകൾ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ യൂണിറ്റും കഴിഞ്ഞു. അതുപോലെ തന്നെ ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്ക് ഇനി എടുക്കാനുള്ളത് രണ്ടാമത്തെ ബ്ലോക്കാണ്. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ ഒന്ന് കാണാം. അതുപോലെ തന്നെ കണ്ട ശേഷം ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.